ഹായ് വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കമ്മോഡിറ്റി മാർക്കറ്റ് എന്താണ്, കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ സ്ട്രാറ്റജീസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, അവരുടെ ഇൻവോൾവ്മെൻറ്റ്സ് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കൊരു 4 കാറ്റഗറി ആയിട്ട് നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ, കമ്മോഡിറ്റി മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. സ്പെക്കുലേറ്റേഴ്സ് ആയിട്ടുള്ള ക്ലയൻസ്, ഹെഡ്ജേഴ്സ്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഹൗസുകൾ, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ തുടങ്ങിയ 4 കാറ്റഗറിയാണ് നമുക്ക് മെയിൻലി കമ്മോഡിറ്റി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനകത്ത് ഇൻവോൾവ് ചെയ്തു വരുന്നത്. നമുക്ക് ആദ്യമായിട്ട് സ്പെക്കുലേറ്റീവ് ക്ലയൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ സാധ്യതകൾ യൂട്ടിലൈസ് ചെയ്യുന്ന ടെക്നിക്കൽ ചാർട്ടുകളും അതുപോലെ തന്നെ ടെക്നിക്കൽ പീവോട്ട് ലെവൽസ്, അതായത് റെസിസ്റ്റൻസ് ലെവലും സപ്പോർട്ട് ലെവലുകളെയും കുറിച്ച് ഡീറ്റെയിലിംഗ് നോക്കി മാർക്കറ്റിൻ്റെ സാധ്യതകൾ യൂട്ടിലൈസ് ചെയ്യുന്ന, ട്രേഡിംഗ് ഇൻവോൾവ് ചെയ്യുന്ന ട്രേഡേഴ്സിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് കാറ്റഗറിയിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹെഡ്ജിങ്ങിൻ്റെ സാധ്യതകളെ കുറിച്ച്, അല്ലെങ്കിൽ ഹെഡ്ജിങ് എന്താണ്, ഹെഡ്ജിങ് ഏത് രീതിയിലാണ് നമുക്ക് ഹെഡ്ജിങ് ക്ലയൻസ് ഇൻവോൾവ് ചെയ്യുന്നത്, ഹെഡ്ജിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ജ്വല്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മെറ്റൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഹെഡ്ജിങ് കാറ്റഗറിയിൽ വരുന്നത്. ഇവർ അവരുടെ കയ്യിലിരിക്കുന്ന ആക്ച്വൽ സ്റ്റോക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻസ് എവിടെ ബിൽഡ് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ കമ്മോഡിറ്റീസിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ബിൽഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് നാളെ താഴെ പോകാനുള്ള സാധ്യതകൾ കാണുന്ന സമയത്ത് നമ്മുടെ കമ്മോഡിറ്റീസിൻ്റെ ഗോൾഡിൻ്റെ ഫ്യൂച്ചറിനകത്ത് സെൽ പൊസിഷൻ ബിൽഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ എടുക്കുകയോ ചെയ്തുകൊണ്ട് ആ പ്രൈസ് ഡിക്ലൈനിങ്ങിനെ എവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, കമ്മോഡിറ്റീസിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ഹെഡ്ജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജ്വല്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരും അവരുടെ പ്രൈസ് ഡിക്ലൈനിങ്ങോ അല്ലെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസിൻ്റെ റിസ്ക് സാധ്യതകളെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹെഡ്ജിങ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ക്ലയൻസ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഹൗസുകൾ, AIF ഫണ്ട് ഹൗസുകൾ 2017 സെബി ഇറക്കിയിട്ടുള്ള സർക്കുലർ പ്രകാരം ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളുടെ കാറ്റഗറി 3യിൽ കമ്മോഡിറ്റീസിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നതിന് അനുമതി കൊടുത്തിട്ടുണ്ട് സെബി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഡിഫറൻസ് അസറ്റ് അലോക്കേഷനിലോട്ട് ക്ലയൻസിൻ്റെ ഫണ്ടിനെ അലോക്കേറ്റ് ചെയ്യുന്ന, അതായത് റിയൽ എസ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ ന്യൂ സ്റ്റാർട്ടപ്പുകളിലോട്ട്, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകളിലോട്ട്, ഡെപ്റ്റ് ഫണ്ടിലോട്ടൊക്കെ കാറ്റഗറൈസ് ചെയ്ത് ആഡ് ചെയ്യുന്ന ക്ലയൻസിനെ കമ്മോഡിറ്റീസിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലോട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് 2017 തൊട്ട് ഈ AIF ഫണ്ടുകൾ കമ്മോഡിറ്റി മാർക്കറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് അതോടൊപ്പം തന്നെ ഇവരെന്തിനാണ് AIF കമ്മോഡിറ്റീസിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. AIF ഫണ്ട് ഹൗസുകളും കമ്മോഡിറ്റീസിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ. അപ്പം നമ്മളെല്ലാവരും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു പെർസെൻറ്റേജ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും AIF പോലെ തന്നെ അവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കമ്മോഡിറ്റീസിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇത്തരം 4 കാറ്റഗറിയുള്ള ക്ലയൻസാണ് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്ത് മേജറായിട്ട് കാണുന്നത്. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് എടുക്കുന്നതിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാം ഇപ്പോഴും മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ, കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന സാഹചര്യത്തിൽ വരുന്ന പല റിസ്ക് ഫാക്ടേഴ്സിനെയും റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകം ജനറേഷൻ വരുന്നതിന് വേണ്ടി നമ്മൾ റെഗുലറായിട്ട് ഒരു സ്റ്റഡി നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ടൊരു ടൈം പീരീഡ് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും. അതിൽ നമ്മുടെ റോൾ എന്താണ്, നമുക്ക് ഏത് രീതിയിൽ ഇൻവോൾവ് ചെയ്താലാണ് കൂടുതലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രോപ്പറായിട്ട് സാധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ നമ്മളിന്നിവിടെ ചെയ്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.